എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയ റെസിപ്പി ബീൻസിൻ്റെ തോരനാണ്. അതിന് വേണ്ടി നല്ല ബീൻസ് കിട്ടിയപ്പം അത് വൃത്തിയായി കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞ് വെക്കുക. ഓക്കെ. അപ്പം മുറ്റിയ ബീൻസ് കടയിൽ നിന്ന് ബീൻസ് മേടിക്കുമ്പോൾ ശ്രദ്ധിച്ച് മേടിക്കുക. മുറ്റിയ ബീൻസ് മേടിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു സവാളയുടെ പകുതിയും കൂടെ ഇതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം നമുക്കിത് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഉണക്കിയിട്ടില്ല. അപ്പം ബീൻസ് അരിഞ്ഞു വെച്ചു, സവാള ഒരെണ്ണം കട്ട് ചെയ്തിട്ടു. അതുപോലെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനു വേണ്ടി ആദ്യമായി നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഞാൻ ഗ്യാസ് അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും ഉഴുന്ന് ഇടാൻ താല്പര്യമുള്ളവർക്ക് ഉഴുന്നിടാമേ. ഉഴുന്നിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ഈ സമയത്ത് വേണം ഉഴുന്നിടാൻ. ഈ വറ്റൽമുളക് ഇടുന്നതിന് മുമ്പായിട്ട് ഉഴുന്നിടുക. വറ്റൽമുളക് ലാസ്റ്റ് ചേർത്താൽ മതി, പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം കടുകിടുക, എന്നിട്ട് ഒരല്പം ഉഴുന്നും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനതിടാത്തത്. നല്ല രുചിയാണ് ഉഴുന്നും കൂടെ ഇടുമ്പം കേട്ടോ. അപ്പം അതൊരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസും സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ കുറച്ചിട്ട് കൊടുക്കുക. തീ കുറച്ചിട്ടതിന് ശേഷം വേണം നമ്മൾ ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ബീൻസും അരിഞ്ഞ് വെച്ച ബീൻസും സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഈ സമയം ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഒന്ന് ഫ്ലെയിം കുറച്ചിടുക, തീരെ കുറച്ചിടുക. എന്നിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിനൊപ്പം തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. അപ്പം ഇത് ഇപ്പോൾ ഇത്രയും നമ്മൾ ചേർത്തല്ലോ. ഇതൊന്ന് അമങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, പേരിന് മാത്രം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ മഞ്ഞളും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് നമുക്ക് ഇനിയും വേവിച്ചെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കണ്ട. ഇതുപോലെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചത് നമുക്കൊന്ന് നോക്കാം. കഴിയുന്ന ആവി വെള്ളമൊക്കെ വരുന്നുണ്ട്. അടിക്ക് പിടിക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. തീ കുറച്ചിട്ടിട്ട് വേണം ഇത് വെക്കാനെന്ന് പറഞ്ഞത്. അപ്പം ഇതൊന്ന് ഇതായിട്ടുണ്ട്, ആവി വെള്ളമൊക്കെ ഇങ്ങനെ. ആ സമയത്ത് നമുക്ക് ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും മല്ലിപ്പൊടിയുടെ ആവശ്യമുള്ളൂ. ഒത്തിരി ഇടണ്ട. ഒത്തിരി ഇട്ടാൽ മല്ലിയുടെ ടേസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് കുത്തി നിൽക്കും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഇച്ചിരി ഇടുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലൊന്നും ഇട്ട് നോക്കുക. ചെയ്യാത്തവർ മല്ലിപ്പൊടി ഇടുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒത്തിരി ഇടരുത്, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും അടച്ച് വെച്ച് തന്നെ വേവിക്കുക. ഞാൻ അപ്പം അടപ്പ് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബീൻസ് ഒക്കെ നന്നായിട്ട് കണ്ടോ, ഇതേപോലെ നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇതായി വന്നു കണ്ടോ, ഒന്നമങ്ങി എല്ലാം ഇതായി വന്നു. ഈ സമയത്ത് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ എടുത്തു. ഇതിലേക്ക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് കുറച്ച് മതി എന്നുള്ളെങ്കിൽ അതനുസരിച്ച്, ഇനി എരിവ് കൂടുതൽ വേണ്ടതെന്നുള്ളവർ അതനുസരിച്ചിട്ട്.
ഇപ്പം തേങ്ങയിലേക്ക് മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തതാണിത്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതുമായി യോജിപ്പിക്കാം. തേങ്ങ എല്ലാം അടക്കമാകാൻ പാകത്തിന് ഇളക്കി യോജിപ്പിക്കണം. യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ചു വെച്ച് തന്നെ ഒന്നുകൂടി ആവി കയറ്റുക. അപ്പം നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തല്ലേ, തേങ്ങ ഇട്ട് കൊടുത്ത് ഇടയ്ക്കൊന്ന് ഇളക്കിച്ച് കൊടുക്കുക. ബീൻസ് ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ തേങ്ങയും മുളകും കൂടിയുള്ള മിക്സ് ചേർത്ത് കൊടുക്കാവുള്ളൂ. ബീൻസ് നന്നായി വെന്തതിന് ശേഷം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ തട്ടിപ്പൊത്തി അടച്ച് വെക്കുക. ഇനി ഗ്യാസ് ഓഫാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വീണ്ടും ആ അടപ്പ് വെച്ച് തന്നെ മൂടി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കാം, മല്ലിപ്പൊടി ഇടാത്തവരുണ്ട്, ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ലാത്തവരുണ്ട്. മല്ലിപ്പൊടി ഒരു നുള്ളേ ചേർക്കാൻ പാടുള്ളൂ, ഒത്തിരി മല്ലിപ്പൊടി വാരി ഇടരുത്. അത് ഇച്ചിരി ഇടുമ്പം അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പം വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.